الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. أولئك يسارعون في الخيرات وهم لها سابقون. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ വിശ്വാസിനികളെ, ആമുഖമായി അല്ലാഹുവിൽ തഖ്വയുള്ളവരായിരിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുന്നു. അല്ലാഹു നമ്മെ അതിന് പ്രാപ്തരാക്കുമാറാവട്ടെ. ഈ കഴിഞ്ഞ വെള്ളി വരെ ഇസ്ലാമിക ലോകവും മുസ്ലിം സമുദായവും ആത്മീയമായി ഏറെ സന്തോഷത്തിലും വളരെയേറെ സുഭിക്ഷമായ ഒരു ജീവിതത്തിലുമായിരുന്നു. മറ്റുള്ള 11 മാസക്കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു മാസക്കാലം അത്രയും ആളുകൾ ഒന്നായി എല്ലാ ജമാഅത്തിലും പങ്കെടുക്കുകയും വിശിഷ്യ തറാവീഹ് നമസ്കാരങ്ങളിൽ ആളുകളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമുക്ക് മാനസികമായൊരു സന്തോഷമുണ്ടായി. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് റമദാനിന്റെ ശേഷം നമുക്കൊരു സന്തോഷവും ആത്മീയമായ അനുഭൂതിയും ലഭിക്കുന്നില്ല? അതാണ് നാം ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് ആളുകൾ കൂടുന്നിടങ്ങളിൽ മനുഷ്യൻ മാനസികമായി സന്തോഷിക്കുന്നു, സുഖദുഃഖങ്ങളെ പങ്കുവെക്കുന്നു, പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തുന്നു, ആളുകളുടെ പ്രയാസങ്ങളെ ചോദിച്ചറിയുന്നു, അർഹതപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ നൽകുന്നു? അതെന്തുകൊണ്ടാണ്? നാം ആലോചിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ സൽക്കാരമായാലും കല്യാണമായാലും സംഘടനാ പ്രവർത്തന സംഗമങ്ങളായാലും അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗമായിരുന്നാലും ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ എല്ലാവരുടെയും ലക്ഷ്യവും മാർഗവും ഒന്നായിരിക്കും. ഈ പള്ളിയിൽ സാധാരണഗതിയിൽ 4-5 ആളുകൾ ഒരു അസർ ളുഹർ നിസ്കാരത്തിന് പങ്കെടുക്കുന്ന ജമാഅത്തും 4 സ്വഫുകൾ അണിനിരക്കുന്ന ജമാഅത്തും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇശാ നമസ്കാരങ്ങളിൽ ഒരു സ്വഫ് നടക്കുന്ന പള്ളികളിൽ അവിടെ 5-6 ആളുകൾ സ്വഫിൽ അണിനിരക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതിയും അതേ പള്ളിയിൽ ഒരു സ്വഫ് അണിനിരുന്നുകൊണ്ട് നടത്തപ്പെടുന്ന ജമാഅത്തും തമ്മിൽ മാനസികമായ സന്തോഷത്തിലും അനുഭൂതിയിലും വ്യത്യാസം ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനപരമായ കാരണം ആളുകൾ ഒന്നായി ഒരു ലക്ഷ്യത്തിനും മാർഗത്തിനും വേണ്ടി ഒരുമിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന വാക്കുകൾക്കും നോട്ടങ്ങൾക്കും ഒരു സന്തോഷം മനുഷ്യന് സമ്മാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് അതിന് ഒന്നാമത്തെ കാരണം. നമ്മുടെ വിഷയം ഈ റമദാനിൽ ഒരു ഖുർആൻ മുഴുവനും ഓതി തീർത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 3 മില്യൺ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് അയാൾ വാങ്ങിക്കൂട്ടിയത്.
ഓരോ ഹർഫുകളെയും 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? അത്രയും പ്രതിഫലം ഒരു വിശ്വാസി ഈ ഒരു 29 ദിവസം കൊണ്ട് നേടിയെടുത്തു. അത് റമളാന്റെ പ്രത്യേകതയാണ്. മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല. ഒരു ഇമാമിന്റെ പിറകിൽ ആ ജമാഅത്ത് നിസ്കാരം കഴിയുന്നതുവരെ, അത് അടിവരയിട്ട് മനസ്സിലാക്കണം. ചില ആളുകൾ 4ഉം 6ഉം നിസ്കരിച്ചു പോയ ആളുകൾ ഉണ്ടാവും, ഓർക്ക് ഇതുണ്ടാവില്ല. ആ ജമാഅത്ത് പൂർണ്ണമായും കഴിയുന്നത് വരെ ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല, അയാൾക്ക് രാത്രി മുഴുവനും നിന്ന് നിസ്കാരം നിർവഹിക്കപ്പെട്ടതിന്റെ പ്രതിഫലം ലഭിക്കും ഈ 29 രാവുകളിൽ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, 29 ഗുണിക്കണം, ഏകദേശം ഒരു 10 മണിക്കൂർ ഉണ്ടാവും. ഇശാ ബാങ്ക് കൊടുത്തത് മുതൽ സുബഹിയുടെ ബാങ്ക് വരെ. അപ്പൊ അത് ഗുണിച്ചു നോക്കിയാൽ മതി. 290 മണിക്കൂറിലധികം ഒരാൾ ദീർഘമായ രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഒരാൾക്ക് ലഭിച്ചു. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസത്തെ നോമ്പാണ് അനുഷ്ഠിച്ചത് എങ്കിൽ, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണമെങ്കിൽ, ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാർ 70 ഖരീഫൻ എന്നാണ്. അള്ളാഹു 70 വർഷത്തോളം വിദൂരതയിലേക്ക് ആ മനുഷ്യനെ തട്ടിമാറ്റും. എവിടെ നിന്ന്? നരകത്തിൽ നിന്ന്. അതാർക്കേ ഉള്ളൂ? മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അയാൾ നോമ്പ് നോറ്റത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ഇബ്തിഗാഅ വജ്ഹല്ലാഹ് വഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വജ്ഹിനെ, നാം എപ്പോഴും പറയുന്നതാണ്, നോമ്പ് വന്നു എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഞാനും അനുഷ്ഠിക്കുന്നു എന്നതിലല്ല. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതാണ്, ആവർത്തിക്കുകയാണ്. ഏതൊരു കർമ്മത്തിന്റെയും ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം അതിൽ ഇഹ്തിസാബും ഈമാനുമാണ്. അതില്ലാതെ ചെയ്യുന്ന ഒരു അമലിനെയും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല, അത് ഉറപ്പാണ്. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് ഇഹ്തിസാബാണ്. എനിക്ക് പ്രതിഫലം ലഭിക്കണം, അതാണ് ഇബ്തിഗാഅ വജ്ഹല്ലാഹ്. അള്ളാഹുവിന്റെ വജ്ഹിനെ ലാക്കാക്കിക്കൊണ്ടൊരു മനുഷ്യൻ ഒരു ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ, ആ നോമ്പുകാരനായിരിക്കെ ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗപ്രവേശനത്തിന് ഭാഗ്യം സിദ്ധിച്ചവനായി. നമുക്ക് ഒരു അടിമ ചെയ്യുന്ന കർമ്മങ്ങളുടെ മണിക്കൂറുകൾ വളരെ ചുരുങ്ങിയതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ചോദിക്കുന്ന ചോദ്യം, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, അല്ലയോ മനുഷ്യ, അല്ലയോ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് എന്താണ്? നോക്കൂ, അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും അവന്റെ കാരുണ്യവും ഏറെ വിശാലാണ്, അതേറെ പ്രവിശാലമാണ്. അഹ്റാബിയായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം ചോദിച്ചു റസൂലിനോട്, മുഹമ്മദ്, എനിക്ക് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു തരണം, ഞാൻ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വിശദീകരിച്ചു തരണം. റസൂൽ പറഞ്ഞു, 5 നേരത്തെ നിസ്കാരം, അതിൽ താങ്കൾ സുന്നത്ത് അധികരിപ്പിച്ചാൽ ഒഴികെ വർഷത്തിൽ ഒരിക്കൽ നിർവഹിക്കപ്പെടുന്ന നോമ്പ്, അതിൽ താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അധികരിപ്പിക്കാം. ഹജ്ജ്, സക്കാത്ത് എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ലാ അസീദു വലാ അൻഖുസ്, നിങ്ങൾ പറഞ്ഞത് ഞാനൊന്നും അധികരിപ്പിക്കില്ല, ഒന്നും കൂട്ടുകയില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ ഇൻ ഫഅൽ, ആ മനുഷ്യൻ വിജയിച്ചു, അദ്ദേഹം പറഞ്ഞത് പ്രവർത്തിക്കുകയാണെങ്കിൽ. അത്രേ കൊണ്ടു. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ദീൻ എന്നുള്ളത് ഒരിക്കലും മനുഷ്യന്റെ വികാരമല്ല, ആവേശത്തിന്റെ പുറത്ത് നിർവഹിക്കപ്പെടേണ്ടതല്ല ദീൻ, മറിച്ച് വിവേകത്തിന്റെ മേൽ കെട്ടി ഉയർത്തപ്പെടേണ്ടതാണ് മനുഷ്യന്റെ വിശ്വാസവും അവന്റെ അമലുകളും. അതുകൊണ്ടാണല്ലോ പലപ്പോഴും മനുഷ്യർക്ക് സമയമുണ്ട്, റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ട്, ആ പള്ളി അവിടെ ഉണ്ട്, നിസ്കാരത്തിന് മാറ്റേണ്ടായില്ല. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ വരാനുള്ള ഒരാവേശം കാണിക്കുന്നില്ല? അതിന്റെ കാരണം നമ്മൾ പറഞ്ഞത്, ഇസ്ലാം ഒരിക്കലും ആവേശമല്ല, ഒരിക്കലും വൈകാരികമായിട്ട് മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന ഒന്നല്ല, മനുഷ്യ വിവേകമാണ് ആവശ്യം. ഈ പള്ളിയിൽ നിന്ന് ഏത് പള്ളിയിലും അവിടെ അതത് ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകൾ 4 സഫാണ് റമദാനിൽ പങ്കെടുത്തത് എങ്കിൽ ഒരു 3.5 സഫാണെങ്കിലും ആ പള്ളിയിൽ, ഏത് പള്ളിയുമാവട്ടെ, അവിടെ പങ്കെടുക്കാൻ സാധിച്ചാൽ
നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. അവിടെ നമുക്ക് മാനസികമായ സന്തോഷം ഉണ്ടാവും, അത് ഉറപ്പാണ്, അതിലാരും സംശയിക്കൊന്നും വേണ്ട. പക്ഷെ എന്തുകൊണ്ടാണ് കിട്ടാത്ത? കാരണം റമദാനിൽ സജീവത ഉണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞു, ഈ ആളുകൾ എവിടെ കാര്യം മരിച്ചു. മരിക്കുന്നത് 1-2 ആളുകൾ ഇത്തിരി മരിക്കുള്ളൂ. പക്ഷേ നമ്മുടെ മനോഭാവത്തിനാണ് തകരാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാ അറിയോ? അദ്വം എന്നാണ്. അദ്വം എന്ന് പറഞ്ഞാൽ ദായിമായി ചെയ്യുന്നത്, സ്ഥിരമായി ചെയ്യുന്നത്. ഒരാൾ 5 നേരത്തെ ഫർദ് നിസ്കാരം മാത്രമേ നിർവഹിക്കുന്നു, പക്ഷേ അയാൾക്ക് അതിൽ കണിശതയുണ്ട്. പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും സമയങ്ങളും പ്രതികൂലമാണെങ്കിലും ആ നിസ്കാരം ജമാഅത്ത് ലഭിച്ചിട്ടില്ലെങ്കിലും ആ നിസ്കാരം നിർവഹിക്കാൻ ആ മനുഷ്യൻ കാണിക്കുന്ന ഒരു ശുഷ്കാന്തിയുണ്ട്. അതിനാണ് പ്രതിഫലം. അതാണ് അദ്വം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഒരാൾ ഫർദ് നിസ്കാരത്തിന് പുറമെ റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കുന്നു എങ്കിൽ അതയാൾ ചെയ്താൽ മതി. പോട്ടെ, നാം 29 രാവുകൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് 11 റക്അത്ത് 1.5 മണിക്കൂർ സമയം അധികമെടുത്ത്, അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം അധികമെടുത്ത് നാം നിർവഹിക്കും. എത്ര ദിവസം? 29 രാവുകൾ. റമദാൻ കഴിഞ്ഞു, ശവ്വാൽ കഴിഞ്ഞു, ആളുകൾ കെട്ടിപ്പിടിച്ചു പിരിഞ്ഞു. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും അത് പറഞ്ഞു. ഉച്ചക്ക് ബിരിയാണി കഴിച്ചു കിടന്നുറങ്ങി. അന്ന് അസർ പോയി. പരിശോധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. അന്നത്തെ അസർ പോയി. അപ്പൊ റമദാന്റെ റിസൾട്ട് കിട്ടാൻ ദീർഘനേരമൊന്നും വേണ്ട. ചില രക്തസാമ്പിളുകൾ ലാബ് കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. അത്രയേ ഉള്ളൂ റമദാന്റെ റിസൾട്ടിന്. ശവ്വാലിന്റെ അന്ന് ഈദ്ഗാഹുകളിൽ സജീവമായി പങ്കെടുത്ത ആളുകൾ അന്നത്തെ അസർ, മഗ്രിബ്, ഇശാ, സുബഹിന്റെ നിസ്കാരങ്ങൾ കൃത്യമായി ഞാൻ നിർവഹിച്ചോ എന്ന് അവനവരോട് ചോദിച്ചാൽ മതി. എങ്കിൽ 29 നാളുകളിൽ ഇശാ നിസ്കാരത്തിന് ശേഷം നിർവഹിക്കപ്പെട്ട തറാവി നിസ്കാരത്തിൽ ഞാൻ പങ്കെടുത്തു എന്നതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. പോട്ടെ, 29 രാമതുകൾ തറാവി നിസ്കാരം നിർവഹിച്ചു, 11 റക്അത്ത്. പക്ഷേ റമദാൻ കഴിഞ്ഞു, ശവ്വാൽ കഴിഞ്ഞു. പക്ഷെ ശവ്വാലിന്റെ അന്ന് 1 മുതൽ രാത്രി ഇശാ നമസ്കാരത്തിന്റെ സുന്നത്തിന്റെ ശേഷം 1 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കാൻ സാധിച്ചു. 1 റക്അത്ത്. 11 വേണ്ട, 9 വേണ്ട, 7 വേണ്ട, 5 നിസ്കരിക്കണ്ട. നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കേണ്ട എന്നല്ല പറഞ്ഞു നടത്തും. 3 വേണ്ട, 1 റക്അത്തെങ്കിലും 11 റക്അത്ത് 29 രാവുകൾ നിസ്കരിച്ച എനിക്ക് എന്തുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല? അള്ളാഹു എനിക്ക് സിഹത്തിനെ നൽകി, ആഫിയത്തിനെ നൽകി. എന്റെ ബുദ്ധിക്ക് സ്വബോധവും ഉണർവും അള്ളാഹു നൽകി. അതേ ശരീരം, അതേ നിലപാട്. പക്ഷെ എന്റെ മാനസികമായ നിലപാടിന് മാറ്റില്ല. 2026 റമദാനിന്റെ രാവുകളെ ഞാൻ എങ്ങനെ വരവേറ്റു? അതിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായില്ല. അത് പാടില്ല. അപ്ഡേറ്റ് ഉണ്ടാവണം ജീവിതത്തിൽ. അതാണൊന്ന് ഞാൻ പറഞ്ഞത്. നാം ശീലിച്ച ഇബാദത്തുകളെ സ്ഥിരമായി നിർത്താൻ സാധിക്കണം. അതാണ് റമദാൻ കൊണ്ട് നാം നേടിയെടുക്കേണ്ട ഒന്നാമത്തെ ഗുണം. അള്ളാഹ്ക്കതേ വേണ്ടു, റബ്ബിനതേ വേണ്ടു. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലും അതാണ്. രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്റെ അമലുകൾ അള്ളാഹ് സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളതാണ്. അത് വളരെ സുപ്രധാനമായ കാര്യമാണ്. എന്റെ അമലുകളെ അള്ളാഹ് സ്വീകരിച്ചോ ഇല്ലേ? അങ്ങനെ ആരെങ്കിലും ആലോചിച്ചു? ഞാൻ നിസ്കരിച്ചു, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, നോമ്പനുഷ്ഠിച്ചു, ഈ അമലുകൾ അള്ളാഹ് സ്വീകരിച്ചു. പോട്ടെ, ഈ അമലുകളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അത്രേ പറയുള്ളൂ. ഇനി ഒരാൾക്ക് അറബി അറിയില്ല, പടച്ചവനെ എന്റെ അമലുകളെ നീ സ്വീകരിക്കണേ, നമ്മൾ ആരെങ്കിലും പറഞ്ഞു? ഇല്ല. നമ്മുടെ ചിന്ത എന്താ? ഞാൻ സലാം വീട്ടി അള്ളാഹ് കാത്തിരിക്കുക, സ്വീകരിക്കുക എന്നാണ്. അങ്ങനെയാണല്ലോ. ഞാൻ സലാം വീട്ടി, അല്ലെങ്കിൽ ഞാൻ നോമ്പ് തുറന്നു, നാട്ടു സ്വീകരിച്ചു. അതല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിൽ ആയത്ത് ഓതിയതാണ് റസൂൽ. വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും, അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് നൽകുന്ന ആളുകൾ. എങ്ങനെ? വജിലത്തുൻ, എങ്ങനെയാ നൽകുക? ഭയപ്പെട്ടുകൊണ്ട്. എന്തിനെ ഭയപ്പെട്ടുകൊണ്ട്? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അല്ലാഹുവേ ഞാൻ എന്റെ ഈ കർമ്മങ്ങളുടെ സ്വീകാര്യതയെ ബോധിപ്പിക്കാൻ നിന്നിലേക്ക് മടക്കപ്പെടുന്നവനാണ്. അതുകൊണ്ട് പടച്ചോനെ, ഇത് നീ സ്വീകരിക്കുമോ, ഇത് നീ നിന്ന് കബൂൽ ചെയ്യുമോ എന്നുള്ള പേടിയോടുകൂടി കൊടുക്കുന്ന ആളുകൾ.
അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, അഹുമുൽ ലദീന യസ്രിഖൂൻ വഹും യസ്റബൂനൽ ഖംർ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ കള്ളുകുടിക്കുന്ന ആളുകളാണോ, അതല്ല മോഷണം പതിവാക്കിയ ആളുകളാണോ? സംശയം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ബിൻത സിദ്ദീഖ്, അല്ലയോ സിദ്ദീഖിന്റെ മകളെ, ഒരിക്കലുമല്ല. വഹും അല്ലദീന യതസദ്ദഖൂൻ, അവർ ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ്. വഹും യസൂമൂൻ, അവർ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളാണ്. വഹും യുസല്ലൂൻ, അവർ നിസ്കാരം നിർവഹിക്കുന്ന ആളുകളാണ്. പക്ഷേ വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും. പക്ഷെ പടച്ചോനെ സ്വീകരിക്കുമോ ഇല്ലേ, അല്ലാഹ് സ്വീകരിക്കുമോ ഇല്ലേ എന്ന് പേടിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അതിനുവേണ്ടി നാം പരിശ്രമിക്കണം. അള്ളാഹു അതിലുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന്, എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള തേട്ടം നമുക്കുണ്ടാവണം. നാം അനുഷ്ഠിച്ച നോമ്പ്, ചെയ്ത ദാനധർമ്മങ്ങൾ, നിർവഹിച്ച സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം അവസരം ഇനിയുണ്ട്, നഷ്ടപ്പെടാൻ സമയം കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് അള്ളാഹിനോട് ചോദിക്കണം, പടച്ചോൻ എന്റെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. നമ്മുടെ ഈ ദുന്യവിയായ ജീവിതത്തിൽ, ഇവിടെ ഈ ഭൂമിയിൽ, നമ്മുടെ ഏതെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾ, നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ, അതൊക്കെ ചിലപ്പോ ചില ഫോംസ്, ചില കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് അത് ഓഫീസിൽ പോയാൽ അതിനെക്കുറിച്ച് വലിയൊരു പിടിപാടൊന്നും ഇല്ലാത്ത ആൾക്ക് ഒരു പേടി ഉണ്ടാവും കൊടുക്കുമ്പോൾ. കാരണം ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്, വടകര നിന്നാണ്, കളക്ടർ ഓഫീസിലാണ് വന്നിരിക്കുന്നത്, ഒരു 5-8 ഫോമെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പടച്ചോനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടു പോകണം. അല്ലെങ്കിൽ ചോദിക്കും, റേഷൻ കാർഡ് എടുത്തോന്ന് ചോദിക്കും, അതിനുവേണ്ടി കൊണ്ട് തിരിച്ചു പോകണം. ചെയ്തിരിക്കുന്ന സൈന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ പേടിച്ചുകൊണ്ടാണ് ഈ ദുനിയാവിലെ വ്യവഹാരങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുക. എവിടെ? മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. എങ്കിൽ ഒരടിമ തന്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ബേജാറുണ്ടാവുന്നുണ്ട്. നമുക്ക് തീരെ ബേജാറില്ലല്ലോ. ബേജാറാ വിഷയത്തിൽ തീരില്ല. കാരണം എന്താ? ഞാൻ പറഞ്ഞല്ലോ, തരാൻ പോയിട്ട് അള്ളാഹ് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ദുന്യവിയായി നാം നിർവഹിക്കപ്പെടുന്ന, കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബേജാറുണ്ട്. എവിടെയെങ്കിലും പൂരിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? പേടിയുണ്ടാവും. എന്നെ മടക്കിയാക്കോ? ബേജാറുണ്ടാവും. പക്ഷേ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്തിരിക്കുന്ന, സമർപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങളെ പടച്ചവനെ സ്വീകരിക്കൂ. ഞാൻ നിസ്കരിച്ചില്ല, പക്ഷെ നിസ്കരിക്കുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഡേറ്റ് ഓർമ്മ വന്നു, കടം വാങ്ങി. മുൻപിലെ കലണ്ടറിലേക്ക് നോക്കി തല ചൊറിഞ്ഞുകൊണ്ട് പടച്ചവനെ സ്വീകരിക്കൂ. കൊണ്ടാണ് നിസ്കാരത്തിന് നിന്നു, ഒരു 150 സ്പീഡ്, ആരോ വുദൂ ചെയ്യുന്ന ശബ്ദം കേട്ടു. അപ്പൊ അത് നേരെ 40 മാറ്റി. പടച്ചോനെ, അങ്ങനെ അബദ്ധം മനുഷ്യ സാഹചര്യം എന്ന് വന്നു, ആ നിസ്കാരത്തെ സ്വീകരിക്കൂ. ഞാൻ ആലോചിച്ചിട്ടുണ്ടാരെങ്കിലും ആലോചന വേണം. അള്ളാഹുവേ, ഞാൻ ഒരുപാട് ആളുകൾക്ക് ദാനധർമ്മമായി പലതും ഞാൻ കൊടുത്തു, പക്ഷെ അത് ഏതെങ്കിലും രീതിയിൽ എന്റെ കർമ്മങ്ങളിൽ റിയാവ് വന്നിട്ടുണ്ടോ? ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹുവെ, നീ സ്വീകരിക്കണം. ഇത് എഴുതുന്നുണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ തെളിവ്, കഅബാലയത്തെ പടുത്തുയർത്തിയപ്പോൾ ഇസ്മായിലും ഇബ്രാഹിം നബിയും അള്ളാഹിനോട് പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ. എന്തേ? ഇബ്രാഹിം നബിക്ക് ആലോചിച്ചാൽ പോലെ ഇസ്മായിൽ നബിക്ക്, ഞാൻ ഇബ്രാഹിം നബിയാണ്, ഖലീലുള്ളയാണ്, എന്നാ കഴിഞ്ഞു, എടുത്തോളി എന്ന് പറഞ്ഞില്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ നീ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അള്ളാഹു അത്തരം അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. രണ്ടാമതും അല്ലാഹുവിൽ തഖ്വയുള്ളവരായിരിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. മറ്റൊന്ന് നാം ആലോചിക്കേണ്ടുന്ന വസ്തുത, നമ്മുടെ കർമ്മങ്ങൾ, ചെയ്തിരിക്കുന്ന കർമ്മങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ അനിവാര്യമാണ്. ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ഇബാദത്തുകൾ വ്യക്തിതലത്തിലാണ്, സംശയമില്ല. പക്ഷെ വ്യക്തിതലത്തിൽ ഒരാൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അയാളുടെ സംസ്കരണത്തിന് സാധിക്കുന്ന ഒന്നാണ്, അത് സംശയമില്ല. പക്ഷേ അത് അയാളെ മാത്രം നന്നാക്കിയാൽ പോലെ. പിന്നെയോ, അയാളുടെ ചുറ്റിലും ജീവിക്കുന്ന കുറെ മനുഷ്യന്മാർ വേറെ, അവരുടെ ജീവിതത്തിനു കൂടി സമാധാനം നൽകുന്നതായിരിക്കണം ഇബാദത്തുകൾ. നാം കേട്ട് പരിചയിച്ച ഹദീസ് ഞാൻ പറയാം. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിച്ചു, ഇത് ഞാൻ ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ്.
ജുമാ കഴിഞ്ഞ ആഴ്ച നടന്നില്ലല്ലോ, ഈ ആഴ്ച ജുമാ ഉണ്ട്, അത് കേട്ടേ പറ്റും. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികളോട് ചോദിച്ചു, അതദ്റൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്ക് പാപ്പരായ ആളുകൾ ആരാ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ സാധാരണ നമ്മൾ മറുപടി കൊടുക്കുക, കച്ചവടം നടത്തി ബിസിനസ് പൊളിഞ്ഞാണ് പാപ്പര്. അവർ പറഞ്ഞു, റസൂലേ ഫീന അൽ മുഫ്ലിസു ഫീന, ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ പരിചയിച്ച മുഫ്ലിസ് ഉണ്ട്, മല്ല ദിർഹമ വലാ മതാ, അവന്റെ കയ്യിൽ ദിർഹമില്ല, പ്രത്യേകിച്ച് ജീവിക്കാനുള്ള വിഭവങ്ങളുമില്ല, അവനാണ് പാപ്പർ. അപ്പൊ റസൂൽ തിരുത്തി. റസൂൽ പറഞ്ഞു, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കിക്കോളും, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപ്പരായ ആളുകൾ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ വരും, ഖിയാമത്ത് നാളിൽ വരും, ബിസിയാമിൻ, അവരുടെ കൈകളിൽ നോമ്പുണ്ട്, വസ്വലാത്തിൻ, അവർ നിർവഹിച്ച ദീർഘകാലത്തെ നിസ്കാരങ്ങളുണ്ട്, വസകാത്തിൻ വസ്വദഖത്തിൻ, എപ്പോ വരും? ഖിയാമത്തെ നാളിൽ. അവർ ആരാണ്? മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ മറുഭാഗത്ത് അവരിത് ഇങ്ങനെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ഓപ്പോസിറ്റ് ചില ആളുകൾ വരും. വയഅതി ഖദ് ശതമ ഹാദാ, വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമൻ ഹാദാ. എങ്ങനെ വരിക? അല്ലാഹുവേ, ഇവൻ എന്നെ ഉപദ്രവിച്ചവനാണ്, ഇവൻ എന്റെ രക്തം ഒഴുക്കിയ ആളാണ്. വേറൊരുത്തൻ വരും, പടച്ചോനെ വഖദഫ ഹാദാ, എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയ ആളാണ് ഇവൻ. വേറെ ചില ആളുകൾ വരും, വഅകല മാല, പടച്ചോനെ എന്റെ സമ്പത്തിൽ നിന്ന് അന്യായമായി ഭുജിച്ചവനാണ് ഇവൻ. എന്നിട്ട് റസൂൽ പറയാണ്, ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയുടെ സൽക്രമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. എവിടെ? ഇവിടുന്നല്ല, പരലോ. എന്നിട്ടും അവന്റെ കർമ്മങ്ങൾക്ക് അത് പരിഹാരമാവുന്നില്ലെങ്കിൽ അവന്റെ ദുഷ്കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിക്ക് കൊടുക്കും. ദഖലന്നാർ, അതവന്റെ നരകപ്രവേശനത്തിന് കാരണമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കാറാവും. ഞാൻ പറഞ്ഞ 3 പോയിന്റുകൾ: 1, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള തേട്ടമുണ്ടാവുക; 2, നാം ചെയ്ത കർമ്മങ്ങളെ പതിവായി തുടർത്തി ഇനിയും നിലനിർത്താൻ സാധിക്കുക; 3, നാം ചെയ്ത ഇബാദത്തുകളുടെ ഇമ്പാക്ട്, അതിന്റെ ഒരു അനന്തര ഫലം എന്നോണം ആളുകളുടെ അഭിമാനത്തെയും രക്തത്തെയും സമ്പത്തിനെയും ബന്ധങ്ങളെയും നന്മയിൽ തുടർത്തുവാൻ, നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും പ്രാപ്തരാക്കുമാറാവട്ടെ. നമ്മുടെ CP മഹമൂദ് സാഹിബ് വള്ളിക്കാറിൽ, അദ്ദേഹത്തിന്റെ ഭാര്യ, നമ്മൾ ഈ മിമ്പറിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഏറെ വേദനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ലോകത്തേക്ക് ആ വനിത യാത്രയായത്. അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം ഏറെ പ്രവിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവർ സഹിച്ച വേദനകൾക്കും പ്രയാസങ്ങൾക്കും അത് നാളെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സൽക്കർമ്മങ്ങളായി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അവർക്ക് അവരെക്കാൾ ഉത്തമയായ ഒരു പകരക്കാരനെ ആ കുടുംബത്തിന് അള്ളാഹു നൽകി അവർക്ക് അത് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റു നമ്മുടെ സഹോദരൻ കൊളുത്താന്തവിടെ അബ്ദുല്ലാ സാഹിബ്, അദ്ദേഹവും പ്രതിഫലം വാങ്ങാനുള്ള ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെയും കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സഹിക്കാനുള്ള കരുത്ത് കുടുംബത്തിൽ നൽകുമാറാവട്ടെ.